ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് എവിടേക്കോ ദൈവജനം ദൈവമഹത്വത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ദൈവം തന്റെ പ്രവാചകന്മാരെ അയക്കുന്നത്. ആമേൻ, ആമേൻ. ദൈവജനം നശിച്ചു പോകുമ്പോ ദൈവത്തിന്റെ ദൂതുമായി ദൈവത്തിന്റെ പ്രവാചകരെ അയക്കും. എന്താ ദൈവത്തിന്റെ ഉദ്ദേശം? ഒന്ന് മാത്രം, അവർ ദൈവമഹത്വത്തിലേക്ക് തിരികെ വരണം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് തിരികെ വരണം. ആമേൻ. ഏറ്റവും അധികം പൈശാചിക ആരാധനയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതെ, ആഹാബിന്റെ കാലഘട്ടം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകനെ ഞാൻ ഇങ്ങനെ പറയും, ഒരു കാറ്റുപോലെ അവനെ കയറ്റിക്കൊണ്ട് വന്നു. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുന്ന ഏറ്റവും അതിശക്തനായ പ്രവാചകൻ, അവൻ ഇങ്ങനെ രാജാവിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്തിൽ മഞ്ഞോ മഴയോ ഉണ്ടാകത്തില്ല, പെയ്യത്തില്ല. ഇതൊരു വാക്കും കൂടെ ചേർത്ത് ഇങ്ങനെ ഏലിയാവ് പറഞ്ഞു വെച്ചു. എന്താണെന്നറിയാമോ? ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം. ആമേൻ, ആമേൻ. ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും ഒരു ഉറപ്പുണ്ട്. ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവത്താൽ, ഞാൻ സേവിച്ചു നിൽക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ആർക്കു വേണ്ടിയാണോ ഇറങ്ങി തിരിച്ചത്? ഞാൻ ആർക്കു വേണ്ടിയാണോ നിൽക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവജനത്തിനും ഒരു ഉറപ്പുണ്ടാകട്ടെ, ഒരു ധൈര്യമുണ്ടാകട്ടെ. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു പിതാവുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാവേ, പിതാവേ, ആമേൻ. എന്തൊക്കെ നഷ്ടപ്പെട്ടത് തോന്നുന്നുണ്ടോ? എന്തൊക്കെ കഴിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടോ? ആമേൻ. ഒരു തിരിച്ചുവരവുണ്ട്.